ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഠാക്കൂർ കാ കുവ ഹിന്ദിയിലെ പ്രശസ്ത കഥാകാരൻ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ഠാക്കൂറിന്റെ കിണർ എന്ന പാഠത്തിന്റെ 2ാം ഭാഗമാണ്. ആദ്യത്തെ 5 പാരഗ്രാഫ് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. 6ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതുവരെ നടന്ന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. രോഗിയായ ജോക്കു വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വെള്ളം ദുർഗന്ധമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജോക്കുവിന്റെ ഭാര്യ ഗംഗി എല്ലാ ദിവസവും കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരാറുണ്ടായിരുന്നു. കിണർ വളരെയധികം ദൂരെയായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം എപ്പോഴും വെള്ളം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വൈകുന്നേരമാണ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസവും വൈകുന്നേരം വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുടിക്കാൻ സമയത്ത് ഭയങ്കര ദുർഗന്ധമാണ്. ഏതെങ്കിലും ജന്തുക്കൾ കിണറ്റിൽ വീണ് ചത്തുപോയിട്ടുണ്ടാവാം. അത് കാരണമായിരിക്കാം ദുർഗന്ധം എന്ന് അവർ വിചാരിച്ചു. രോഗിയായ ജോക്കു കുറെ നേരം ദാഹം പിടിച്ചു നിർത്തിയെങ്കിലും ദാഹം ശമിക്കാൻ വയ്യാതായപ്പോൾ ആ ദുർഗന്ധമുള്ള വെള്ളമായാലും മൂക്ക് പൊത്തി പിടിച്ച് കുടിച്ചുകൊള്ളാമെന്ന് ജോക്ക് പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട ഭാര്യ ഗംഗി അതിന് സമ്മതിച്ചില്ല. ഗംഗി വേറെ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ജോക്കുവിന് ആശ്ചര്യമായി. കാരണം ആ ഗ്രാമത്തിൽ 2 കിണറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഠാക്കൂറിന്റെ കിണറും 2 സാഹുവിന്റെ കിണറും. സാഹുവിന്റെ കിണർ ഗ്രാമത്തിന്റെ അങ്ങേ തലക്കിലായിരുന്നു. ഓക്കെ, എന്നാലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ജോക്ക് പറഞ്ഞു അത് ഒരുപാട് റിസ്ക് പിടിച്ച കാര്യമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, നടക്കില്ല. അവിടുത്തെ ആളുകളൊന്നും കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ സാധാരണക്കാരായ ആളുകളെ സമ്മതിക്കില്ല എന്ന്. ഓക്കെ, തുടർന്ന് നമുക്ക് വായിക്കാം. അതിന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെള്ളം കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഹാത്ത് പാവ് തുടുവ ആയെങ്കിൽ കയ്യും കാലും തല്ലിയൊടിക്കും അല്ലേ. അതുപോലെ തന്നെ അവർ കുച്ചിന ഹോക വേറൊന്നും ഉണ്ടാവില്ല, ബൈറ്റ് ചുപ് കേസ് ഉണ്ടാതിരുന്നോ അല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞതിൽ കണ്ട ഇനി 6ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഇനി ശബ്ദമേ കടുവ സത്യത ഈ ശബ്ദത്തിൽ എന്താ പറഞ്ഞില്ലേ, ഈ ശബ്ദത്തിൽ വളരെ കയ്പേറിയ സത്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അത് നുണയല്ല. വാക്കുകളിൽ കയ്പേറിയ സത്യമുണ്ടായിരുന്നു. ഗംഗി ക്യാ ജവാബ് ദേത്തി, ഗംഗി എന്ത് പറയാനാണ്. കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ, പക്ഷേ അവൾ ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളം ജോക്കുവിനെ കുടിക്കാൻ കൊടുത്തില്ല. ഓക്കെ, ജോക്കു പറഞ്ഞത് സത്യമാണ്. കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും തന്റെ ഭർത്താവിന് ആ മലിനമായ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കൊടുക്കുവാൻ പ്രിയപ്പെട്ട ഭാര്യയായ ഗംഗി തയ്യാറായില്ല. ഓക്കെ, 7ാമത്തെ പാരഗ്രാഫ്. രാത്രി 9 ബജത്തെ, രാത്രി 9 മണിയായിരുന്നു. ധക്കെ മാൻതെ മസ്ദൂർ തോ സോ ചുക്കേത്തെ, ക്ഷീണിച്ച് അവശരായ തൊഴിലാളികൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഠാക്കൂർ കെ ദർവാസെ പാർ 10-5 ബേഫിക്രെ ജമാത്തെ, ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽക്കൽ ഒരു വേവലാതിയുമില്ലാതെ 5-10 ആളുകൾ കൂടി നിന്നിരുന്നു. മൈദാനി ബഹാദൂരി കാത്തോ അബ്ന ജമാന രഹാ ഹേ, തടിമിടുക്കിന്റെ കാലം കഴിഞ്ഞു. മൈദാനി ബഹാദൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. മൈദാനി ബഹാദൂരി കാത്തോ അബ്ന ജമാന രഹാഹെ, തടിമിടുക്കിന്റെ കാലം കഴിഞ്ഞു. ന മൗക്ക, അവസരവുമില്ല. മൗക്ക എന്ന് പറഞ്ഞ അവസരം എന്നർത്ഥം. കാനൂനി ബഹാദൂരി കി ബാത്തേം ഹോ രഹി തി, നിയമയുദ്ധത്തിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാനൂനി ബഹാദൂരി, കാനൂൻ എന്ന് പറഞ്ഞ നിയമം. കാനൂനി ബഹാദൂരി കി ബാത്തേം ഹോ രഹി ഹെ, നിയമയുദ്ധത്തിന്റെ കാര്യങ്ങളാണ് നടന്നു കൊണ്ടിരിക്കുന്നത്.
कितनी होशियारी से ठाकुर ने दानेदार को एक घास मुकदमे में रिश्वत दी। ഒന്നുകൂടി വായിക്കാം. कितनी होशियारी से ठाकुर ने थानेदार को एक घास मुकदमे में रिश्वत दी. എത്ര സാമർത്ഥ്യത്തോടെയാണ് ടാക്കൂർ ഇൻസ്പെക്ടർക്ക് ഒരു പ്രത്യേക കേസിൽ കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെട്ടത്. കിത്തിനി ഹോഷിയാരി, ഹോഷിയാരി എന്ന് പറഞ്ഞാൽ എത്ര സമർത്ഥൻ എന്നർത്ഥം, സാമർത്ഥ്യം, എത്ര സാമർത്ഥ്യം കൊണ്ടാണ് ടാക്കൂറിനെ, ടാക്കൂർ ദാനേദാർക്കോ, ദാനേദാർ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറിന് एक घास मुकदमे में रिश्ती और साफ നിക്കൽ ഗയേ, അതായത് കൈക്കൂലി കൊടുത്തിട്ട് എത്ര പെട്ടെന്നാണ്, എന്ത് തന്ത്രപരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. കിത്നി അക്കൽ മത്തി സേ ഏക് മാർക്കെ മേ മുഖ്ദമേ കി നക്കൽ ലേ ആയി. എത്ര ബുദ്ധിപരമായാണ് കച്ചവട കേസിന്റെ പകർപ്പ് കൊണ്ടുവന്നത്. നാസിർ ഔർ मोहत मीम सभी कहते थे नकल नहीं मिल सकी. ഒന്നുകൂടി പറയാം. नासिर और मोहत मीम सभी कहते थे नकल नहीं मिल सकी. സൂപ്പർവൈസറും മാനേജറും എല്ലാവരും പറഞ്ഞു പകർപ്പ് കിട്ടില്ല എന്ന്. നാസിർ എന്ന് പറഞ്ഞ സൂപ്പർവൈസർ, മോഹത് മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ, സബി കഹത്തെ തേ എല്ലാവരും പറഞ്ഞു, നക്കൽ സഹി മിൽ സക്തി പകർപ്പ് കിട്ടില്ല എന്ന്. അതായത് ഒരു ഡോക്യുമെന്റിന്റെ, ലീഗൽ ഡോക്യുമെന്റിന്റെ കോപ്പിയാണ്. അതാണ് നക്കൽ. ശരിക്കും നക്കൽ എന്ന് പറഞ്ഞാൽ അനുകരിക്കാന്നാ, ഒരാൾ ചെയ്ത കാര്യം അതേപോലെ പകർത്തുക എന്നാണ് അർത്ഥം. ഓക്കെ. कोई 50 मांगता कोई 100, ചിലർ 100, ചിലർ 50 ചോദിച്ചു, ചിലർ 100. കോയി 50 മാങ്കത്ത, 50 എന്ന് പറഞ്ഞാൽ 50, ചിലർ 50 ചോദിച്ചു, കോയി 100, ചില ആളുകൾ 100 ചോദിച്ചു. യഹാം ബേ പൈസെ കൗഡി നക്കൽ ഉടാതി, ഒറ്റ ചില്ലിക്കാശുമില്ലാതെ പകർപ്പ് അടിച്ചെടുത്തു. അതായത് കൈക്കൂലി ചോദിച്ചു, ചില ആളുകൾ 50 രൂപയും ചില ആളുകൾ 100 രൂപയ്ക്ക് ഈ പകർപ്പിന് ചോദിച്ചു. പക്ഷേ 10 പൈസ കൊടുക്കാതെ ഇതെല്ലാം സാധിച്ചെടുത്തു സാമർത്ഥ്യത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ ചങ്ങാതി. ഓക്കെ. യഹാം ബേ പൈസെ കൗഡി നക്കൽ ഉടാതി, ഒരു 10 പൈസ, ബേ പൈസ ഒരു പൈസ ഇല്ലാതെ, ഒരു പൈസ പോലും ചെലവില്ലാതെ ആള് ആ ഡീറ്റെയിൽസ് എടുത്തു. കാം കർണേക്കാ ഡാങ്ക് ചാഹിയേ, കാര്യം നടത്താൻ ഒരു രീതിയുണ്ട്. ഢങ് എന്ന് പറഞ്ഞ രീതി, കാര്യങ്ങൾ നടത്താനൊക്കെ കുറച്ച് സാമർത്ഥ്യം, ചില മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അറിയുന്ന ആളുകളാണ് ഈ മനുഷ്യൻ, നമ്മുടെ ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഓക്കെ. ആള് ഇവർ ചിന്തിക്കാണ്. ഇസി സമയ ഗംഗി കുയേസെ പാനി ലേനെ പഹുഞ്ചി, ഇസി സമയ ഗംഗി കുയേസെ പാനി ലേനെ പഹുഞ്ചി. ഈ സമയത്ത് ഗംഗി കുയേസെ കിണറിൽ നിന്ന് പാനി ലേനെ പഹുഞ്ചി, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തി. ഓക്കെ. അടുത്ത് കുപ്പി കി ധുന്ദലി രോഷ്നി കുയേ പർ ആ രഹി തീ. കുപ്പി കി ധുന്ദലി രോഷ്നി, മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെട്ടം. കുപ്പി കി ധുന്ദലി രോഷ്നി, മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെട്ടം. കുപ്പി എന്ന് പറഞ്ഞ മണ്ണെണ്ണ വിളക്ക്, നമ്മൾ കുപ്പി എന്ന് പറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കുപ്പിക്ക് ധുന്ദലി രോഷിനി, ധുന്ദലി എന്ന് പറഞ്ഞ മങ്ങിയ, നിറം കുറഞ്ഞ, രോഷിനി പ്രകാശം. കുയേപ്പർ ആ രഹി തീ, കിണറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഗംഗി ജഗത്ത് കി ആട് മേ ബൈട്ടി മൗക്കെ കാ ഇന്തസാർ കർനെ ലഗി. ഗംഗി കിണറിന്റെ കരയുടെ മറവിൽ തക്കം പാർത്തിരിക്കാൻ തുടങ്ങി എന്ന് പറയാം. ഗംഗി ജഗത് കി ആട് മേ, ജഗത്ത് പറഞ്ഞാൽ അവിടെ സ്ഥലം എന്നർത്ഥം. ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കിണറിന്റെ വക്ക് എന്നർത്ഥം. കിണറ്റിൻകര, കിണറ്റിൻകര എന്നൊക്കെ പറഞ്ഞ് കേട്ടാ. നിങ്ങളത് കേൾക്കാൻ വഴിയില്ല. ഇപ്പൊ കിണറിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കിണറ്റിന് നേരെ പൈപ്പ് വന്നിട്ടുണ്ടാവും വീട്ടിൽ, അത് കാരണം കുഴപ്പമുണ്ടാവില്ല.
പക്ഷെ പണ്ടത്തെ അവസ്ഥ അങ്ങനെയല്ല. ഗംഗി ജഗത് കി ആടുമേ ബൈട്ടി, കിണറ്റിൻ കരയിൽ നിന്നിരുന്ന് മൗക്കേക്ക ഇന്തസാർ കർണേ ലഗി, അവസരം പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങി. ഇസ് കുയേ കാ പാനി സാര ഗാവ് പീതാ ഹേ, ഇസ് കുയേ കാ പാനി, ഇസ് കുയേ കാ പാനി, ഈ കിണറിലെ വെള്ളം, സാര ഗാവ് പീതാ ഹേ, ഗ്രാമം മുഴുവൻ കുടിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളമാണ്. ഗ്രാമം കുടിക്കാന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ആളുകൾ, ഈ ഗ്രാമവാസികളെല്ലാം കുടിക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. കിസി കേലിയെ രോക്ക് നഹി, കിസി കേലിയെ രോക്ക് നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു തടസ്സവുമില്ല. സിർഫ് യേ ബദൻസീബ് നഹി ബർ സക്തേ, പക്ഷേ ഈ നിർഭാഗ്യവതിക്ക് മാത്രം വെള്ളം എടുക്കാൻ കഴിയില്ല. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് മാത്രം വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. മൂപ്പിള നമ്മുടെ ഗംഗി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ട പാരഗ്രാഫാണ് കേട്ടോ. गंगी का विद्रोही दिल रिवाजी पाबंदियों और मजबूरियों पर ചോടെ കർണേ ലഗ. ഞാൻ ഈ പാരഗ്രാഫ് ഒന്നുകൂടി നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഇത് പഠിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. മറ്റുള്ള പാരഗ്രാഫിനേക്കാൾ ഒന്നുകൂടി വളരെ പ്രാധാന്യമുണ്ട് ഇതിന്. ഗംഗി കാ വിദ്രോഹി ദിൽ, ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം ഔർ മജ്ബൂരിയോം പർ ചോടെ കർണേ ലഗ. ഗംഗി കാ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ, വിദ്രോഹി ദിൽ എന്ന് പറഞ്ഞാൽ വിപ്ലവ മനസ്സ്, ദിൽ എന്ന് പറഞ്ഞ മനസ്സ്, വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിപ്ലവ മനസ്സ്. റിവാസി പാബന്ദിയോം, സാമ്പ്രദായികമായ നിയന്ത്രണങ്ങളെ, സാമ്പ്രദായികമായ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാട്ടു നടപ്പനുസരിച്ച് ഉണ്ടാവുന്ന, പാബന്ദിയോ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം, കൺട്രോൾ അല്ലേ. പല ആളുകൾക്കും പണ്ട് കാലത്തൊക്കെ നമ്മളവിടെയൊക്കെ ലേഡീസൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോവുകയാണെങ്കിൽ ആളുകൾ അത്ഭുതത്തോടു കൂടി നോക്കും. കാരണം അന്ന് അങ്ങനെയുള്ള വലിയൊരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ റിവാസി പാബന്ദിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പ്രദായികമായ നിയന്ത്രണങ്ങൾ. അവർ മസ്ബൂരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവശത ആവലാതി. മസ്ബൂരിയോം പർ ചോടേം കർണേ ലഗ, ഈ വിവശതകളെ ഇതിനൊക്കെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഹം ക്യോം നീജ് ഹേ, ഞങ്ങൾ എന്തുകൊണ്ട് കീഴാളരായി, താഴ്ന്നവരായി, ഞങ്ങൾ എന്തുകൊണ്ട് താഴ്ന്നവരായി. ഔർ യേ ലോക ക്യോം ഊഞ്ച്, അതുപോലെ ഇവരെന്തുകൊണ്ട് വളരെ മേൽ ജാതിക്കാരായി, വളരെ കേമന്മാരായി, ഞങ്ങൾ എന്തുകൊണ്ട് താഴെക്കിടയിലുള്ളവരായി, ഇവരെങ്ങനെ വളരെ മേൽ ജാതിക്കാരായി. इसलिए कि ये लोग गले में टांग डाल देते, इसलिए कि ये लोग गले में താഗ് ഡാൽ ദേങ്കെ, ഗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത്, അതുകൊണ്ട് ഏ ലോഗ് ഇവര് ഗലേമേ കഴുത്തിൽ താങ്ക് ഡാൽ ദേത്തേ, കഴുത്തിൽ താങ്ക് പറഞ്ഞ ചരട് ഇടുന്നത് കൊണ്ടാണോ ഇവരൊക്കെ ഓരോന്നിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് മേൽജാതിക്കാരായത്, മേത്തരം ആളുകളായത്? ഗലേമേ താങ്ക് ഡാലിലെത്തേ ഹേ, കഴുത്തിൽ ചരടിട്ടത് കൊണ്ടാണ്. യഹാം തോ ജിത്തനെ ഹേ ഏക് സേ ഏക് ചമട്ടെ ഹേ, ഓരോന്നിനും വേർപെട്ട് കഴിയുന്നു. ഇവിടെയുള്ളവരൊക്കെ ഒന്നൊന്നിൽ നിന്നും വേർപെട്ടാണ് കഴിയുന്നത്. ചോരി ഏ കരേം, മോഷണം ഇവർ ചെയ്യട്ടെ. ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക, മോഷ്ടിക്ക. ചോരി ഏ കരേം, മോഷണം ഇവർ ചെയ്തോട്ടെ. അതുപോലെ തന്നെ ജാൽ ഫരേബ് യേ കരേം, ചതിയും വഞ്ചനയും ഇവർ കാണിക്കട്ടെ. ജൂട്ടെ മുഗ്ധമേ യേ കരേം, കള്ളക്കേസ് ഇവർ നടത്തട്ടെ.
ജൂഠേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം, മുഗ്ധമ എന്ന് പറഞ്ഞ കേസ്. അപ്പൊ ജൂഠേ മുഗ്ധമ എന്ന് പറഞ്ഞാൽ കള്ള കേസ് ഇവര് കൊടുക്കട്ടെ. അബി अभी इस ठाकुर ने तो उस दिन बेचारे गड्रिये की भेड़ चुरा ली थी. ഇപ്പോൾ ഈ ഠാക്കൂറാണ്, ഇസ് ഠാക്കൂറിനെ തോ ഉസ് ദിൻ അക്കാലത്ത് ബേച്ചാരെ ഗഡ്രിയക്ക് ബേഡ് ചുരാലി പാവപ്പെട്ട ഗഡ്രിയ, ആ പാവപ്പെട്ട ഇടയന്റെ ബേഡ് എന്ന് പറഞ്ഞ ചെമ്മരിയാട് ചുരാലി അതിനെ കട്ടുകൊണ്ടുപോയത്, മോഷ്ടിച്ചത് ഈ പറഞ്ഞ മനുഷ്യനാണ്. ബേച്ചാരെ പാവപ്പെട്ട ആ ആട്ടിടന്റെ ആടിനെ നോക്കണ ചെക്കുണ്ട്, അതിന്റെ ആടിനെ കട്ടുകൊണ്ടായിട്ടുള്ള മിടുക്കനാണ് ഈ ചങ്ങാതി. ഔർ ബാദമേ മാർക്കർ ഗായ, പിന്നെ എന്ത് ചെയ്തു, അതിനെ കൊന്നിട്ട് തിന്നത്. ഇനി പണ്ഡിത് കെ ഗർമേം തോ ബാരഹോ മാസ് ജുവാ ഹോത്താ ഹെ. ഇനിയും പണ്ഡിത് കെ ഗർമേം തോ ബാരഹോ മാസ് ജുവാ ഹോത്തെ. ഈ ഠാക്കൂറാണ് അന്ന് പാവം ഇടേന്റെ ചെമ്മരാടി മോഷ്ടിപ്പിനെ പിന്നെ കൊന്നത്. ഈ പൂജാരിയുടെ വീട്ടിലാണ് 12 മാസവും ചൂതുകളി നടത്തുന്നത്. ഈ പൂജാരി ഇവിടെ പറയുന്നത് ഇനി പണ്ഡിത് കെ ഗർമേം, ഈ പൂജാരിയുടെ വീട്ടിലാണ് 12 മാസ് 12 മാസവും ജുവാ ഹോത്താ ഹേ ചൂതുകളി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്, നിയമപരമല്ലാത്ത ഒരു കളിയാണ് ചൂതുകളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും എത്ര ആളുടെ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, 12 മാസവും എന്ത് നടക്കുന്നത്, ചൂതുകളി നടക്കുന്നത്. യഹ് സാഹു ജി തോ ഘീ മേം തേൽ മിലാക്കർ ബേച്ചത്തെ ഹേ. ഈ മേലാളനായി കണക്കാക്കപ്പെടുന്നത് യഹി സാഹു ജി തോ ഘീ മേം തേൽ മിലാക്കർ ബേച്ചത്തെ ഹേ. വെണ്ണയിൽ നെയ്യില് എണ്ണയൊഴിച്ച് കലർത്തി മായം ചേർത്ത് വിൽക്കുന്ന ആളാണ് സാഹു എന്ന് പറയുന്ന ആള്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ നെയ്യിന് വളരെ വില കൂടുതലാണ്, എണ്ണയ്ക്ക് വില കുറവാണ്. വില കുറവുള്ള എണ്ണ വാങ്ങിയിട്ട് നെയ്യിൽ കലക്കിയിട്ട് നെയ്യാന്ന് പറഞ്ഞിട്ട് കള്ളത്തരം കാണിച്ചിട്ട് വിൽക്കും. കാം കരാലേത്തേഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുപ്പിക്കുന്ന ആളുകളെ കൊണ്ട്. കാം കരാലേത്തേഹേം ജോലി ചെയ്യിപ്പിക്കുന്നു. മസൂരി ദേനി നാനി മാർത്തി ഹേ. പക്ഷെ എന്ത് ചെയ്യാണ്, പണിയെടുപ്പിക്കുന്നു. കൂലി കിട്ടാൻ മുത്തശ്ശി ചാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തശ്ശി ചാകണം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഉണ്ട്, വേറൊന്നുമല്ല. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് വായിക്കണം. കുറച്ചും ഇങ്ങനെ ആ വാക്കുകൾ, മസൂരി ദേനെ നാനി മർത്തി ഹേ, കൂലി കിട്ടണമെങ്കിൽ മുത്തശ്ശി മരിക്കണം. കിസ് കിസ് ബാത്ത് മേം ഹംനെ ഊഞ്ചേ ഹേ. ഏതൊക്കെ കാര്യത്തിലാണ് ഞങ്ങളിൽ നിന്ന് മേലെ. അവർ എന്തൊക്കെ കാര്യത്തിൽ നിന്നാണ് ഞങ്ങളിൽ നിന്ന് മേലെ നിൽക്കുന്നത്, ഈ വക തെണ്ടിത്തരം ചെയ്യുന്ന കാര്യങ്ങളിലാണെന്ന്. ഹം ഗലി ഗലി ചില്ലാത്തെ നഹി. ഞങ്ങൾ തെരുവ് തോറും നടന്നു പറയുന്നില്ല. ഹം ഗലി ഗലി ചില്ലാത്തെ നഹി കി. ഞങ്ങൾ തെരുവ് തോറും നടന്നു പറയുന്നില്ല. ഹം ഊഞ്ചേ, ഞങ്ങൾ മേലാളന്മാരാണെന്ന് ഞങ്ങളിങ്ങനെ പറയുന്നില്ല. കബി ഗാവ് മേം ആ ജാത്തിഹും. എപ്പോഴെങ്കിലും ഗ്രാമത്തിൽ പോയാൽ, കബി പറഞ്ഞ് കബി ഗാവ് മേം ആ ജാത്തിഹും, എപ്പോഴെങ്കിലും ഗ്രാമത്തിൽ പോയാൽ. कभी गांव में आ जाती है तो रसभरी आंख से देखने लगे. രസ്ബരി ആംഗ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട കണ്ണുകൾ കൊണ്ടാണ് നോക്കുക. പെണ്ണുങ്ങളുടെ കാര്യം പെണ്ണുങ്ങളെ കണ്ടാലാ പറയണേ. കാമക്കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നത്. ജൈസെ സബ്കി ഛാത്തി പർ സാമ്പ് ലോട്ടത്തെ ലഗ്താ ഹേ. എല്ലാവരുടെയും മാറിടങ്ങളിൽ പാമ്പ് ഉരുളാൻ തുടങ്ങുന്ന പോലെ. ഛാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് എന്ന് പറയുന്നത്. സാമ്പ് എന്ന് പറഞ്ഞ പാമ്പ്, ലോട്ടത്തെ ലഗത്തെ. പരന്തു ഗമണ്ട് യഹിക്ക് ഹം ഊഞ്ചഹി. പക്ഷെ എന്നിട്ടും ഞങ്ങൾ മേലാളന്മാരെന്ന അഹങ്കാരമാണ്. ആർക്ക്? നമ്മുടെ സാഹുവിനെ പോലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ
നമ്മളുടെ ഠാക്കൂറിനെ പോലുള്ള ആളുകളുടെ കാര്യങ്ങളാണ് പറയണേ. അവരൊക്കെ മേലാളന്മാരാണ്. അവർക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അവരെന്ത് ചെയ്താലും കേസില്ല. അവർക്ക് സാമർഥ്യമുണ്ട്. നമുക്ക് ജോലി നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അവരെടുക്കുന്നു. ഈ ഗംഗിയെ പോലുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം വളരെ കുറവാണ്, ജോലി കഠിനമാണ്. അതുപോലെ തന്നെ അവരെന്നെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അവർക്ക് കൂലി കൊടുക്കാൻ മടിയാണ്. അവരെന്നെ ചൂഷണം ചെയ്യുന്നു. അവർ ജോലി ചെയ്യുന്നു, അല്ലെ, ഗംഗിയെ പോലുള്ള ആൾ ജോലി ചെയ്യുന്നു, പക്ഷെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അടിമകളാവുന്നത്? എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതോ ആടിനെ കട്ടെടുക്കുക, അതുപോലെ കള്ളക്കേസ് കൊടുക്കുക, ഇത്തരം തെണ്ടിത്തരങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവളുടെ വിപ്ലവകാരിയായ മനസ്സ്, വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതിക്കെതിരെ പോരാടുന്ന ഓരോ സംഭവങ്ങൾ അവർക്ക് അറിയാമല്ലോ, അല്ലേ? അതാണ് വിപ്ലവകാരിയായ മനസ്സ്. അവളുടെ മനസ്സ് എങ്ങനെ വേണമെങ്കിലാവാമല്ലോ. ഓക്കെ, അവൾ ചിന്തിക്കുന്നതാണ് കേട്ടോ, അത് നടക്കുന്ന കാര്യമല്ല. അവൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ കിണറിൻ്റെ കരയിൽ നിന്നിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഒരു പാരഗ്രാഫും കൂടി എടുത്തിട്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കുയേ പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി. കുയേ പർ, മുപ്പരാൾ കിണറിൻ്റെ കരയില്ല നിൽക്കണട്ടെ. കുയേ പർ, കിണറിൻ്റെ അവിടെ, കിസി കെ, ആരുടെയോ, ആനയ്ക്ക് ആഹട്ട്, വരുന്നതിൻ്റെ ശബ്ദം. ആന എന്ന് പറഞ്ഞാൽ ആനയല്ല വരിക, ആന വരുന്ന ശബ്ദമല്ല കേൾക്കുന്നത്. കുയേ പർ, കിണറിൻ്റെ സമീപത്തേക്ക്, കിസി കെ ആനയ്ക്ക് ആഹട്ട് ഹുയി, ആരോ വരുന്ന ശബ്ദം കേട്ടു. ഗംഗിക്ക് ഛാത്തി ദക് ദക് കർണേ ലഗി. ഗംഗിക്ക്, ഗംഗയുടെ ഛാത്തി, തെറ്റിദ്ധരിക്കേണ്ട, ഛാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്, വേറെ അർത്ഥമൊന്നും വിചാരിക്കേണ്ട. ഗംഗിക്ക് ഛാത്തി, ഗംഗയുടെ നെഞ്ച്, ധക് ധക് കർണേ ലഗി. കാരണം ഠാക്കൂർ പോലുള്ള ഭീകരൻ്റെ വീടിന് രാത്രി 9:30 ഒരു സാധുവായ പെണ്ണ് വെള്ളം കോരാൻ പോയപ്പോൾ ആരോ വരുന്നത് കേട്ട, അല്ലേ? ആരും പതുങ്ങി എന്തോ കക്കാൻ പോണ, മോഷ്ടിക്കാൻ പോണ പോലെ പോകും, അല്ലേ? അപ്പോൾ അവിടെ പിടിക്കപ്പെട്ട ഭയങ്കര പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് ആളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. കഹീൻ ദേഖിലേം തോ ഗജബ് ഹോ ജായ്. എന്താണ് പ്രശ്നം? ആരെങ്കിലും കണ്ടാൽ എന്താവും? അപകടമാവും. ഗജബ് എന്ന് പറഞ്ഞാൽ അപകടം, ഹോ ജായ് അപകടമുണ്ടാകും, അപകടമാവും, പ്രശ്നമാവും. ഏക് ലാത്ത് ബി തോ നീച്ചേ ന പടേ. ഒരു തൊഴി പോലും വെറുതെ പോകില്ല. ഏക് ലാത്ത് ബി തോ നീച്ചേ ന പടേ. പറയില്ലേ, മഴ വരുമ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് പോവില്ല എന്ന് പറയില്ലേ, കുട പിടിച്ച അതുപോലെ ഒരടി പോലും പുറത്ത് പോവില്ല, ഒക്കെ നേരം പോലെ കിട്ടിക്കൊള്ളുന്നു. ഓക്കെ, ഉസ്നെ ഗഡാ ഔർ രസി, ഈ വാക്കുന്നല്ല, ഗഡാ ഔർ രസി. അവള് ഗഡാ ഔർ രസി, ഗഡാ എന്ന് പറഞ്ഞാൽ കുടം, രസി എന്ന് പറഞ്ഞാൽ കയറ്. ഗഡ ഔർ രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടവും കയറും. അതായത് ഗംഗി കുടവും കയറും ഉഡാലി എടുത്തു. അവർ ജുക്കുകർ ചൽത്തി ഹുയി, അവർ കുനിഞ്ഞിട്ട്, ജുക്കുകർ കുമ്പിട്ടുകൊണ്ട്, ചൽത്തി ഹുയി നടന്നുകൊണ്ട്, കുമ്പിട്ട് പതുങ്ങി പതുങ്ങി നടന്നുകൊണ്ട്. ഏക്ക് വൃക്ഷക്ക് അന്ധേരെ സായമേ ജാ ഗടി ഹുയി. ഏക്ക് വൃക്ഷക്ക്, മലയാളം പോലെ അല്ലേ? ഏക്ക് വൃക്ഷക്ക്, ഒരു വൃക്ഷത്തിൻ്റെ, അന്ധേരെ സായമേം ഇരുളടഞ്ഞ ഭാഗത്ത്, ജാഗടി ഹുയി അവിടെ ഒളിച്ചിരുന്നു, ഇരുണ്ട മറവിൽ പോയി നിന്നു. ഇരുണ്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള മരത്തിന് ആ ചിത്രത്തിൽ വ്യക്തമായി കൊടുക്കുന്നുണ്ട്, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു കേട്ടാ. കബ് ഇൻ ലോകം കോ ദയാ ആത്തി ഹേ, എന്താർത്ഥം? കബ് ഇൻ ലോകം കോ ദയാ ആത്തി ഹേ, എപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ ദയ ഉണ്ടാവുക, പാവങ്ങളോട് അലിവുണ്ടാവുക, സ്നേഹമുണ്ടാവുക, ഏത് കാലത്താണ്? ഓക്കെ, അവൾ വിചാരിക്കാറുണ്ട്, ദയ തോന്നാറുണ്ടോ? പിന്നെ അവൾ വിചാരിക്കാണ്, കിസി പർ ബേച്ചാരെ മഹങ്കു കോ കിത്തന മാരാക്കി മഹീനോം ലുഹു ദുഃഖതാ രഹാ. ബേച്ചാരെ മഹങ്കു, പാവപ്പെട്ട മഹങ്കു എന്ന് പറഞ്ഞ ആളെ, കോ ഇത്തന മാരാക്കി, അവനെ തല്ലി തവിടുപൊടിയാക്കി, ഇങ്ങനെ. മഹീനോം ലുഹു ദുഃഖതാ രഹാ. ലുഹു ദുഃഖന എന്ന് പറഞ്ഞ ചോര തുപ്പുക. മാസം അവനെ അടിച്ച് തവിട് പൊടിയായി. അതിന് ഫലമായിട്ട് മാസങ്ങളോളം ചോര തുപ്പി 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 തുപ്പി. ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗർ നദി തീ. പാവ മഹുവൻ ചോര തുപ്പി, അയാൾ കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. ഇതിനെ കാരണം ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗർ നദി തീ. കൂലിയില്ലാത്ത ജോലി ചെയ്യാൻ
കൂലിയില്ലാത്ത ജോലി ചെയ്യാൻ ആൾ തയ്യാറില്ലായിരുന്നു. ഇസ് പർ യേ ലോഗ് ഊഞ്ചേ ബൻതേ ഹേ. ഇക്കാര്യത്തിലാണോ അവർ മേലാളന്മാരാകുന്നത്? ഇങ്ങനെയാണോ ജന്മിത്തം കാണിക്കുന്നത്? ഇങ്ങനെയാണോ അധികാരം കാണിക്കുന്നത്? കൂലി ചോദിച്ചു കഴിഞ്ഞാൽ തല്ലി തവിടുകൂടിയേക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവളുടെ മനസ്സിലെ ചിന്ത. ഞാൻ ഈ പാരഗ്രാഫ് കൊണ്ട് പറയാം. കുയേപ്പർ കിസിക്ക് ആനയ്ക്ക് ആഹട്ട് ഹുയി. കിണറ്റുകരയിലേക്ക് ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ടു. ഗംഗയ്ക്ക് ഛാത്തി ദഗ്ധ കരണിലകി. ഗംഗയുടെ നെഞ്ഞ് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. കഹി ദേക്കിലേത്തോ ഗജബ് ഹോ ജായ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപകടമാകും. ഏക്ക് ലാത്ത് ബി തോ നീച്ചേന പടേ. ഒരു അടി പോലും പാഴാവില്ല. उसने गड़ा और रस्सी उड़ा ली और झुककर चलती हुई एक वृक्ष के अंधेरे साय में जा गड़ी हुई. അവൾ കുനിഞ്ഞിട്ട് ഒരു മരത്തിന്റെ ഇരുളടഞ്ഞ മറവിൽ പോയിരുന്നു. കബ് ഇൻ ലോഗോ കോ ദയാത്തി ഹെ. എപ്പോഴാണ് ഇവർക്കൊക്കെ ദയുണ്ടാവുക? അവർക്ക് ദയുണ്ടോ? കിസി പർ ആരുടെങ്കിലും ദയുണ്ടോ? ബേച്ചാരെ മഹങ്കു കോ ഇത്തന സാരാ കി ബേച്ചാരെ മഹങ്കു കോ ഇത്തന മാരാ കി മഹീനോ ലുഹു ദുഖ്താ രഹ. പാവപ്പെട്ട മഹങ്കു അവനെ മർദ്ദിച്ച് അവശനാക്കി, അടിച്ച് തവിട് പൊടിയാക്കി, മർദ്ദിച്ച് അവശനാക്കിയിട്ട് മഹീനോ ലുഹു ദുഖ്താരഹ. മാസങ്ങളോളം ചോര തുപ്പിക്കൊണ്ടിരുന്നു. ഇസ്ലിയത്തോ കി ഉസ്നെ ബേഗാർ ന ദീതി. അവൻ പണി കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട്. ഇസ്പറിയല്ലൊക്കെ ഊഞ്ചമത്തെ. ഇങ്ങനെയൊക്കെയാണോ അവര് വലിയ ആളുകളാവുന്നത്? പാവപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടാണോ? കുയെ പാർ സ്ത്രീയാം പാനി ഭർണേ ആയി. കിണറിന്റെ വടക്ക്, കിണറിന്റെ സമീപത്തേക്ക് സ്ത്രീകൾ പാനി ഭർണേ ആയി, വെള്ളം കൊണ്ടുവരാൻ വന്നു. ഇത്തിനേമേം ബാത്ത് ഹോ രഹി തി. അങ്ങനെ അവർ വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുക. ഈ വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് വായിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സോടുകൂടി ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു. നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. ഇത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.